ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് GK. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലഹരി വിരുദ്ധ ദിന ക്വിസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 26-നാണ് ലോക ലഹരി വിരുദ്ധ ദിനം. ഐക്യരാഷ്ട്രസഭ ഏതു വർഷം മുതലാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? 1987 ഡിസംബർ 7. ലോക പുകയില വിരുദ്ധ ദിനം അല്ലെങ്കിൽ ആന്റി ടുബാക്കോ ഡേ എന്നാണ്? മെയ് 31-നാണ് ലോക പുകയില വിരുദ്ധ ദിനം. ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പൊതുപ്രതീകം എന്താണ്? ആഷ്ട്രേസ് വിത്ത് ഫ്രഷ് ഫ്ലവർ. ആഷ്ട്രേസ് വിത്ത് ഫ്രഷ് ഫ്ലവർ ആണ് ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പൊതുപ്രതീകം അല്ലെങ്കിൽ കോമൺ സിംബൽ. ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏതാണ്? വിമുക്തി പദ്ധതിയാണ് ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി. രൂപീകരണം മുതൽ മദ്യനിരോധനമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? ഗുജറാത്തിലാണ് രൂപീകരണം മുതൽ മദ്യനിരോധനമുള്ളത്. മദ്യത്തിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 47. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏതാണ്? ചണ്ഡീഗഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം. ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഏതാണ്? ഭൂട്ടാൻ ആണ് ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം. ഏത് സൈനിക സംഘത്തിൻ്റെ മുദ്രാവാക്യമാണ് ഒത്തൊരുമയും അച്ചടക്കവും? യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ എന്നത് ഏത് സൈനിക സംഘത്തിൻ്റെ മുദ്രാവാക്യമാണ്? NCCയുടെ മുദ്രാവാക്യമാണ് യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏതാണ്? ഗരിഫേമ. നാഗാലാൻഡിലെ ഗരിഫേമയാണ് ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഏതാണ്? കാഞ്ചിയാർ. ഇടുക്കിയിലെ കാഞ്ചിയാർ പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏതാണ്? കോഴിക്കോട്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരമാണ് കോഴിക്കോട്. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏതാണ്? കോട്ടയം. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ലയാണ് കോട്ടയം. കേരളത്തിലെ ആദ്യ പുകയില പരസ്യ വിമുക്ത ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ പുകയില പരസ്യ വിമുക്ത ജില്ല തിരുവനന്തപുരമാണ്. വി ലേൺ ടു സെർവ് എന്ന് രേഖപ്പെടുത്തിയ ഔദ്യോഗിക മുദ്ര ഏത് സന്നദ്ധ സംഘടനയുടേതാണ്? SPCയുടേതാണ് വി ലേൺ ടു സെർവ് എന്ന് രേഖപ്പെടുത്തിയ ഔദ്യോഗിക മുദ്ര. കേരള സംസ്ഥാന ലഹരി വർജന മിഷനാണ് വിമുക്തി മിഷന്റെ സംസ്ഥാന ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് വിമുക്തി മിഷന്റെ സംസ്ഥാന ചെയർമാൻ. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഏതാണ്? കഫീനാണ് കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? തേയീനാണ് തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്. നോട്ട് മീ ബട്ട് യു എന്ന ആപ്തവാക്യം ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെതാണ്? NSSൻ്റെതാണ് നോട്ട് മീ ബട്ട് യു എന്ന ആപ്തവാക്യം. മദ്യ ദുരന്തങ്ങൾക്ക് കാരണമാവുന്നത് എന്താണ്? മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മെഥനോൾ അല്ലെങ്കിൽ മീഥൈൽ ആൽക്കഹോളാണ് മദ്യ ദുരന്തങ്ങൾക്ക് കാരണമാവുന്നത്. കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മദ്യ ദുരന്തം ഏതാണ്? വൈപ്പിൻ മദ്യ ദുരന്തം നടന്നത് 1982
കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏതാണ്? ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗർ ആണ് കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന്. ലഹരി വസ്തുക്കളുടെ വ്യാപനം നിയന്ത്രിക്കാൻ NDPS ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 1985. NDPS ആക്ട് നിലവിൽ വന്നത് 1985 പുകയില്ലാത്ത 21-ാം നൂറ്റാണ്ട് എന്ന ലക്ഷ്യം ഏത് സംഘടനയുടേതാണ്? ലോകാരോഗ്യ സംഘടന അഥവാ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ്? പോർച്ചുഗീസുകാരാണ് പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഡ്രഗ്സിനോടുള്ള ഭയം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഫാർമക്കോഫോബിയ. ഡ്രഗ്സിനോടുള്ള ഭയം അറിയപ്പെടുന്നത് ഫാർമക്കോഫോബിയ എന്ന പേരിലാണ്. എക്സൈസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നികുതി. നികുതി എന്നാണ് എക്സൈസ് എന്ന വാക്കിന്റെ അർത്ഥം. മോർഫിൻ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്നാണ്? കറുപ്പ്. കറുപ്പിൽ നിന്നാണ് മോർഫിൻ വേർതിരിച്ചെടുക്കുന്നത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറുപ്പ് യുദ്ധം. കറുപ്പ് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. കറുപ്പ് യുദ്ധം നടന്ന വർഷം ഏതാണ്? 1839. ഓപ്പിയം പോപ്പി എന്നറിയപ്പെടുന്നത് ഏത് മയക്കുമരുന്നാണ്? കറുപ്പ്. കറുപ്പാണ് ഓപ്പിയം പോപ്പി എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന്. പുകയിലയിൽ അടങ്ങിയ മാരക വിഷവസ്തുവായ നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? അഡ്രീനൽ ഗ്രന്ഥി. പുകയിലയിൽ അടങ്ങിയ നിക്കോട്ടിൻ ബാധിക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥിയെയാണ്. പുകയിലയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന മാരക രോഗം ഏതാണ്? ശ്വാസകോശ ക്യാൻസർ. മദ്യം തലച്ചോറിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? സെറിബെല്ലം. മദ്യപാനം മൂലമുണ്ടാകുന്ന ആൽക്കഹോളിക് മയോപ്പതി എന്ന രോഗം ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത്? പേശികൾ. ആൽക്കഹോളിക് മയോപ്പതി ബാധിക്കുന്നത് പേശികളെയാണ്. അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം ഏതാണ്? സിറോസിസ്. ലിവർ സിറോസിസ് ആണ് അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം. പുകയിലയിലെ പ്രധാന വിഷവസ്തുവായ നിക്കോട്ടിന് ആ പേര് വന്നത് ആരുടെ പേരിൽ നിന്നാണ്? ജീൻ നിക്കോട്ട്. കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയത് എന്നാണ്? 1996 ഏപ്രിൽ 1 കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയത്. കേരളത്തിൽ പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ച വർഷം ഏതാണ്? 1999. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏതാണ്? കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏതാണ്? കൂളിമാട്. കോഴിക്കോട് ജില്ലയിലെ കൂളിമാട് ഗ്രാമമാണ് കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം. കരളിനെയും കിഡ്നിയെയും ബാധിക്കുന്നതും ബാറ്ററികളിൽ ഉപയോഗിക്കുന്നതുമായ ഒരു രാസവസ്തു പുകയിലയിൽ ഉണ്ട്. ഏതാണ് ആ വസ്തു? കാഡ്മിയം. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് കോട്ട്പ നിയമപ്രകാരം എത്ര ദൂരപരിധിക്കുള്ളിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത്? 100 വാര. കോട്ട്പ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2003. കേന്ദ്ര നാഡീവ്യവസ്ഥയെ തകരാറിലാക്കുന്ന ലഹരി വിഭാഗം ഏതാണ്? ഒപ്പിയോയിഡ്സ്. ഒപ്പിയോയിഡ്സ് ആണ് കേന്ദ്ര നാഡീവ്യവസ്ഥയെ തകരാറിലാക്കുന്ന ലഹരി വിഭാഗം. കഞ്ചാവ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി. ഈ വർഷത്തെ അതായത് 2025 ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ബ്രേക്കിംഗ് ദ ചെയിൻസ്, പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ.
സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാനും നേർവഴിക്ക് നടത്താനും ലക്ഷ്യമിട്ട് എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നേർവഴി പദ്ധതി. അടുത്തത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഉത്തരം എല്ലാവരും മറക്കാതെ കമന്റ് ചെയ്യണം കേട്ടോ. ലഹരി വസ്തുക്കളെ കുറിച്ചുള്ള വിവരം പോലീസിനെ അറിയിക്കുന്നതിനു വേണ്ടി കൊച്ചി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? ലഹരി വസ്തുക്കളെ കുറിച്ചുള്ള വിവരം പോലീസിനെ അറിയിക്കുന്നതിനു വേണ്ടി കൊച്ചി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.